സർ, നമുക്കറിയാം ഐക്യരാഷ്ട്രസഭയിലേക്കും വിദേശ രാജ്യങ്ങളിലുമൊക്കെ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു പോകുന്ന സംഘത്തിന്റെ ചെയർമാനാണ് ശശി തരൂർ. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി അതൊരു വലിയ വാർത്തയുമാണ്. പക്ഷെ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസ് നൽകിയിരിക്കുന്ന ഒരു 4 പേരുടെ ലിസ്റ്റ് ഉണ്ട്. ഈ തരത്തിൽ ഐക്യരാഷ്ട്രസഭയിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും പോകാൻ പറ്റിയ കോൺഗ്രസുകാരുടെ ലിസ്റ്റ്, അതിലൊരു 4 പേരാണ് വരുന്നത്. ആ 4 പേരിൽ ശശി തരൂർ ഇല്ല എന്നതോ പോട്ടെ. സർ, എന്റെ ഒരു ചോദ്യം, രാഹുൽ ഗാന്ധി നൽകിയ ഈ 4 പേരുകൾ, ആ പേരുകളുടെ പ്രത്യേകത എന്താണ്? ആ 4 പേർ ആരൊക്കെയാണ്? ഇവരെ തന്നെ രാഹുൽ ഗാന്ധി ചൂസ് ചെയ്യാനിടയായ ഒരു സാഹചര്യം ഏതായിരിക്കും? ആ 4 പേരുടെ പറ്റി നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ 4 പേരും ഇന്ത്യ വിരുദ്ധരാണ്. അതാണ് അതിനകത്തൊരു ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ത്യ വിരുദ്ധരെന്ന് പറയുമ്പോൾ ഈ 4 എം പിമാരുടെ പേര് കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ 4 പേരുടെ പേര് കൊടുക്കാൻ പറഞ്ഞപ്പോൾ, ഇതുപോലെ ഈ പറയുന്ന വിഷയം ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നടത്തുന്ന ടെററിസം ലോക രാജ്യങ്ങളിൽ വ്യക്തത വരുത്തി പറയുന്നതിന്, അതിനോടനുബന്ധിച്ച് നമ്മൾ നടത്തിയ നീക്കങ്ങളുടെ വ്യക്തതയും അവർ നടത്തുന്ന കള്ളപ്രചാരണങ്ങൾ പൊളിച്ചു കാണിക്കുന്നതിനും വേണ്ടി, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു രാജ്യത്തിന് IMF പോലെയുള്ളിടത്തു നിന്ന് സഹായം കൊടുത്ത് വീണ്ടും അതിനെ പ്രൊമോട്ട് ചെയ്യേണ്ട എന്നുള്ള വലിയൊരു ദൗത്യത്തിന്റെ ഭാഗമായി വലിയ ദീർഘവീക്ഷണത്തോടു കൂടി 7 സമിതികൾ ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങൾക്കകത്ത് വിടുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിക്കുമ്പോൾ, പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസിന്റെ അടുത്ത് 4 എംപിമാരെ കൊടുക്കുമ്പോൾ, അത് നമുക്ക് ആദ്യം തന്നെ പരിശോധിക്കാൻ പറ്റുന്നത്, നീതു ഉൾപ്പെടെയുള്ള നമ്മളൊക്കെ ദിവസവും രാഷ്ട്രീയ ചർച്ചയല്ലേ, നീതു വലിയൊരു ജേർണലിസ്റ്റ് ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ ഈ രാഷ്ട്രീയ കാര്യങ്ങൾ ആണല്ലോ പ്രധാനമായിട്ടും ഒരു ജേർണലിസത്തിന്റെ പുറത്തല്ല, രാജ്യത്തിന്റെ കാര്യം വരുമ്പോൾ രാഷ്ട്രീയ. ഈ പറയുന്ന 4 പേരുടെ ആനന്ദ് ശർമ്മ ഒഴിച്ച് ബാക്കി പറയുന്ന നസീർ ഹുസൈൻ, രാജാബാർ, ഇവരെയൊക്കെ നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അല്ല, നമ്മള് OWൈസിയെ വരെ ഡെയിലി കേൾക്കാറ്. അല്ല, അദ്ദേഹം മോശക്കാരനാണെന്നൊന്നും അല്ല, അദ്ദേഹം വലിയ അദ്ദേഹത്തിന്റെ ആശയമുള്ള ഒരു നേതാവ്. എനിക്ക് അദ്ദേഹത്തെ മോശമായിട്ടൊന്നും കാണാൻ പറ്റിയിട്ടില്ല. കാരണം പരസ്യമായിട്ട് ഒരു ആദർശമായിട്ട് നിൽക്കുന്ന ഒരാളാണ്, വിളിച്ചു പറയുന്നവരാ. അപ്പൊ അയാൾക്ക് തന്ത നട്ടലും ഒക്കെ, ഒറ്റ തന്തയും ഈ ഒരു നല്ല നട്ടലും ഒക്കെ ഉള്ളവരാണ് എന്നാണ് ഞാൻ വിചാരിക്കും. അപ്പൊ ഈ നസീർ ഹുസൈൻ എന്ന് പറയുന്ന ആൾ കർണാടകയിൽ നിന്നുള്ള രാജ്യസഭ MP ആണ്. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കുന്ന സമയത്ത് ആ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് പറയുന്ന മുദ്രാവാക്യം വിളിച്ച് ഇയാളുടെ കൂടെ അണികൾ വന്നതിന് 2 കേസ് കർണാടകത്തിൽ ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ സിന്ദാബാദ്. അതുപോലെ തന്നെയാണ് ഈ ബാർ എന്ന് പറയുന്ന ആൾ. ഇദ്ദേഹത്തിനെ പറ്റിയുള്ള ആരോപണം എന്ന് പറഞ്ഞാൽ 84 സിഖ് കൂട്ടക്കൊല കേസിൽ ഈ പറയുന്ന മനുഷ്യനാണ് ഈ കമൽനാഥൻ ചെയ്തത് ശരിയാണ്, അല്ലെങ്കിൽ അതിനെ പിന്തുണച്ച ആൾ. അതുപോലെ തന്നെ ഈ പറയുന്ന MP പറ്റി ഇപ്പോഴും നിലവിൽ നിൽക്കുന്ന ആരോപണം എന്ന് പറഞ്ഞാൽ ഖാലിസ്ഥാൻ വാദികളുടെ ആളാണ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പരസ്യമായിട്ട് നിൽക്കുന്ന ആളാണ്. ഏറ്റവും വലിയ ശത്രുക്കൾ ആരൊക്കെയാണ്? നമ്മുടെ ഇസ്ലാമിസ്റ്റുകളും അല്ലെങ്കിൽ ഈ പാകിസ്ഥാൻ ടെററിസവും ഖാലിസ്ഥാൻ വാദവും ഒക്കെ. പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ത്യ വിഭജനത്തിന് വേണ്ടി പഞ്ചാബ് എന്ന് പറയുന്ന ഒരു രാജ്യത്തെ പ്രത്യേക രാജ്യമാക്കി മാറ്റണം എന്നുള്ള രീതിയിലേക്ക് ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കലും വിദേശത്തുടനീളം നിന്ന് ഇന്ത്യക്കകത്ത് കലാപം ഉണ്ടാക്കി നിൽക്കുന്നതിന്റെ അകത്തുള്ള ആളാണ് ഖാലിസ്ഥാൻ. അറിയാം, ഖാലിസ്ഥാൻ വാദത്തിന്റെ ആൾക്കാർ അവരുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പൊ ഇദ്ദേഹം ഈ തെരഞ്ഞെടുത്ത 4 പേര് കാര്യം, 3 പേരുടെ കാര്യം, ആനന്ദ് ശർമ്മയുടെ കാര്യം നോക്കുക. ആനന്ദ് ശർമ്മ മന്ത്രിയായിട്ടിരുന്നപ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മുടെ ഐലൻഡുകളൊക്കെ വിദേശ രാജ്യങ്ങൾക്ക്, പ്രധാനമായിട്ട് ശത്രു രാജ്യങ്ങൾക്ക് കൊടുക്കുക, അതിനകത്തൊന്നും യാതൊരു പ്രശ്നവുമില്ല. അപ്പൊ രാജ്യത്തോട് എന്തോ സ്നേഹമുണ്ട്, ശത്രു രാജ്യങ്ങൾ കൊടുത്തോളാൻ നമ്മുടെ ഭൂമി, നമ്മുടെ കാര്യങ്ങൾ. ഇതേ പരസ്യമായിട്ട് മന്ത്രിയായിട്ട് പറഞ്ഞ ആളാ. 3 പേരുടെ കാര്യമായല്ലോ. അപ്പൊ പിന്നെ ഇതേ രീതിയിലുള്ള ആൾക്കാരാണ് ഇത് എന്ത് ചെയ്യുന്നത്? മറിച്ച് തീരുമാനിക്കാതിരുന്നത് ആരെയാണ്? ഇന്ത്യൻ പ്രധാനമന്ത്രി. നമ്മൾ എത്ര പറയുമ്പോഴും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഒപ്പം ഇന്ന് ലോകത്ത് എവിടെ ചോദിച്ചാലും അറിയാൻ പറ്റുന്ന ഒരു പേര് തന്നെയാണ് ശശി തരൂരിന്റെ പേര്. അതിന്റെ തർക്കമൊന്നും യുഎനകത്തൊക്കെ ഇരുന്നു, അല്ലെങ്കിൽ ലോകത്തറിയാവുന്ന അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾക്ക് വേണ്ടി വിദേശത്ത് വലിയ വലിപ്പത്തിലുള്ള, അറിയാമല്ലോ, ഒരു ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി, പ്രസംഗം കേൾക്കുന്നതിന് വേണ്ടി, ഒരു പ്രസംഗത്തിന് അദ്ദേഹം ചാർജ് ചെയ്യുന്ന പൈസ എന്ന് പറഞ്ഞാൽ 50 ലക്ഷം രൂപയാണ്. അതിനെക്കാട്ടി വലിയ വലിപ്പത്തിൽ അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളൊക്കെ വലിയ അമേരിക്ക പോലെ, ലണ്ടൻ പോലെ, അല്ലെങ്കിൽ ഇതുപോലെ വിദേശ വലിയ രാജ്യങ്ങളിൽ യൂണിവേഴ്സിറ്റികൾ അദ്ദേഹത്തിന്റെ ക്ലാസ്സിന് വേണ്ടി സമയമില്ല അദ്ദേഹത്തിന്റെ ഒരു ദിവസം കിട്ടുന്നതിന് വേണ്ടി. അത്രയ്ക്ക് വലിയ വലിപ്പത്തിലുള്ള ആളാണ്. മാത്രമല്ല എല്ലാ രാജ്യത്തും ഇദ്ദേഹത്തെ അറിയാം. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ആൾക്കാരോട് സംവദിക്കുന്നതിനുള്ള ലാംഗ്വേജ്, ഈ വലിപ്പമുള്ള ഒരാള് ആര് പറഞ്ഞില്ലെങ്കിലും പേര് ചോദിക്കുന്നതിന് മുമ്പ് ചോദിക്കുന്ന ആള് പോലും പ്രതീക്ഷിക്കുന്ന ശശി തരൂരിന്റെ തരുമെന്നായിരിക്കും. ആ ശശി തരൂരിന്റെ പേര് വെട്ടിയിട്ട് കൊടുക്കുക. അപ്പൊ ഇതെന്താണ് നടക്കുന്നത്?
ബുദ്ധി ഇല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ അറിവില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. ഒന്നെങ്കിൽ ഈ പറയുന്നത് പോലെ രാഹുൽ ഗാന്ധി പാകിസ്ഥാന്റെ ചാരനാണ്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഈ പറയുന്നത് കോൺഗ്രസിന് വേണ്ടി പണിയെടുക്കുന്ന രാജ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ BJP നോമിനിയാണ്. ഇനി എന്റെ അഭിപ്രായം പരിശോധിച്ച് നോക്കി. ഒന്നുകിൽ ഇയാൾ പാകിസ്ഥാന്റെ ചാരൻ. അതിന് ഉദാഹരണമല്ലേ ഈ പറയുന്ന പഹൽഗാം ആക്രമണം കഴിഞ്ഞു. അതിനുശേഷം കോൺഗ്രസിനകത്ത് നിൽക്കുന്ന എത്ര പേര്, ഇയാളുടെ അളിയനല്ലേ ആദ്യമായിട്ട് പറഞ്ഞത് ഇത് ഈ പഹൽഗാം ആക്രമണത്തിന് മുസ്ലിങ്ങളെ അല്ലെങ്കിൽ മതം നോക്കി അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല, ആ രീതിയിൽ മുസ്ലിങ്ങളെ മോശമാക്കുന്നതിന് വേണ്ടി പറഞ്ഞുണ്ടാക്കുന്ന ഒരു കാര്യമാണ്, അങ്ങനെ പറയാൻ പറ്റത്തില്ലെന്ന് മതം നോക്കി പറഞ്ഞു, അല്ലെങ്കിൽ ഏത് മതക്കാരനാണെന്ന് തിരയുന്നതിന് വേണ്ടി ഒരു പരിധിക്ക് അപ്പുറം വസ്ത്രം മാറ്റി നോക്കുന്ന രീതിയിലേക്ക് പോലും ആരോപണം വന്നപ്പോൾ, അല്ലെങ്കിൽ അത് 26 കുടുംബങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വളരെ കൃത്യമായിട്ട് ഞങ്ങളുടെ മതം നോക്കിയാണ് ഞങ്ങളെ കൊന്നത്, ബാക്കിയുള്ളവരെ മാറ്റി നിർത്തി എന്ന് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ അളിയനാ. അതിന് ഭീകരന്മാർക്കും പാകിസ്ഥാനും ന്യായമായിട്ട് പറഞ്ഞത് ഇവിടുത്തെ ഭരണ സംവിധാനത്തിനകത്ത് മുസ്ലിങ്ങൾക്ക് പരിഗണനക്കുറവ് കിട്ടുന്നതിന്റെ ഭാഗമായിട്ട് നടന്ന കൊലപാതകം എന്നാണോ പറഞ്ഞത്. അതിനുശേഷം മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഈ ഒരു MLA പറഞ്ഞത് എന്തുവാ, അതിനകത്ത് മതം നോക്കി ആൾക്കാരെ കൊന്നിട്ടില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് പറയാൻ പാടില്ല, BJP ഗുണം ചെയ്യുന്നു. BJP എന്ത് മുസ്ലിം വിരുദ്ധ പാർട്ടിയാണ്, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ പാർട്ടിയാണ്. കർണാടകത്തിൽ നിന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി പറഞ്ഞ എന്താ, അതിനകത്തൊന്നും അങ്ങനെ പറയാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒന്നും ആരോപണം ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മൾ വിക്ടിംസിനെയൊക്കെ ഇതിനൊന്നും നിഷേധിച്ചില്ലല്ലോ. ഇതൊക്കെ ശരിയല്ലെന്ന രീതിയിൽ ജനം ഇളകും, അല്ലെങ്കിൽ ജനത്തിന് താല്പര്യമില്ല, കോൺഗ്രസിന്റെ അഭിപ്രായത്തിൽ താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞു അതൊന്നും കോൺഗ്രസിന്റെ അഭിപ്രായമല്ല. കോൺഗ്രസിന്റെ അഭിപ്രായം ഗാഡ്ഗെ പറയും, രാഹുൽ ഗാന്ധി പറയും. ഈ പറഞ്ഞത് തെറ്റാണെന്ന് പറയാൻ എന്താ കോൺഗ്രസ് തയ്യാറാവത്ത? ഇപ്പോഴും തയ്യാറാവത്ത? നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ട്വിറ്റർ ഹാൻഡിൽ കുറിച്ച് എങ്ങനെ അതിലേക്ക് പാകിസ്ഥാനിലേക്കുള്ള മന്ത്രിമാരെടുത്ത് റീട്വീറ്റ് ചെയ്ത് ഈ പറയുന്നത് പോലെ പാകിസ്ഥാൻ അനുകൂലമായി ട്വീറ്റ് ചെയ്തില്ലേ ഈ അന്ന് അവര് പറയുന്ന അതേ ന്യായത്തിൽ ഇവിടുന്ന് കേരളത്തിന്റെ ഔദ്യോഗിക കോൺഗ്രസിന്റെ ട്വിറ്ററിൽ കുറിച്ചത് എങ്ങനെ? അപ്പൊ ഇതിനകത്തൊന്നും എതിർ പറയുന്നില്ല. ഇപ്പൊ തന്നെ ഏറ്റവും അവസാനം ഞാൻ പാകിസ്ഥാൻ ചാരനാണ് അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭാഗമാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. ഇദ്ദേഹം ചോദിക്കുക ഇവിടെ എത്ര വിമാനം പോയെന്ന്, ഇവിടെ എത്ര വിമാനം പോയെന്ന് ഇയാൾ പരസ്യമായിട്ടാണോ ചോദിക്കണ്ടേ? അല്ലെങ്കിൽ ഇയാൾക്ക് അറിയത്തില്ല എത്ര വിമാനം പോയെന്ന്? എത്ര വിമാനം പോയെങ്കിലും പാകിസ്ഥാൻ മുച്ചൂടും മുടിഞ്ഞ് ബോംബ് വീണ് നശിച്ച് നാരായണക്കല്ലായപ്പോ അവിടെ ആഘോഷം നടക്കും അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ, ഞങ്ങൾ ജയിച്ചെന്നും പറഞ്ഞുകൊണ്ട്. അതേ രീതിയിൽ അവിടുത്തെ ജനങ്ങളെ പറിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവിടെ എത്ര വിമാനം പോയി. ഇവിടുന്ന് ഈ ജയശങ്കർ കഴിഞ്ഞ ദിവസം അദ്ദേഹം ദീർഘമായി നടത്തിയ ഒരു പ്രസംഗത്തിനകത്ത് ചെറിയൊരു ഭാഗത്തിനകത്ത് എടുത്തു വെച്ചിട്ട് പുള്ളി പറയുക, നേരത്തെ അറിയിച്ചു പാകിസ്ഥാൻ ആക്രമിക്കാൻ വരികയാണെന്ന്. അപ്പം പാകിസ്ഥാനിന്റെ അകത്ത് അല്ലെങ്കിൽ രാജ്യദ്രോഹ കുറ്റമാണ് ജയശങ്കർ ചെയ്തത്. എന്റെ രാഹുൽ ഗാന്ധി നേരത്തെ അറിയിച്ച് നിന്നെ ഞാൻ അടിക്കൂടാ, റോഡിൽ വെച്ച് അടിക്കൂടാ, നിന്നെ അടിച്ചിരിക്കുമെന്ന് പറഞ്ഞിട്ട് അടിക്കാൻ കഴിയുന്ന ഒരുത്തന്റെ പ്രാപ്തി എത്രത്തോളം വലുതാ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇന്ത്യയുടെ തന്റെ ഇടം, ജയശങ്കറിന്റെ തന്റെ ഇടം, ഇന്ത്യൻ സൈന്യത്തിന്റെ തന്റെ ഇടം, പ്രധാനമന്ത്രിയുടെ തന്റെ ഇടം, അങ്ങനെ തന്റെ ഇടത്തോടു കൂടി നിങ്ങളുടെ കോൺഗ്രസ് പാർട്ടി ഒരിക്കലെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഈ പറയുന്ന ഈ പട്ടാളമൊക്കെ തന്നെയല്ലേ നിങ്ങൾ ഭരിച്ചപ്പോഴിരുന്നത്? ഇവിടുത്തെ ബോംബെ ഭീകരാക്രമണത്തിന്റെ സമയത്ത് വന്നു നിന്ന് വർത്താനം പറയാൻ അറിയാത്ത ഒരു പ്രധാനമന്ത്രി ഞാൻ അദ്ദേഹത്തെ പുച്ഛിക്കുകയല്ല. എന്ത് പറയണമെന്ന് അറിയാമേ നിങ്ങൾ കൊടുത്തോ? നിങ്ങളുടെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള A.K. ആന്റണി എത്ര കാലം ഏറ്റവും കൂടുതൽ സമയം പ്രതിരോധ മന്ത്രിയല്ലേ? അയാളല്ലേ പറഞ്ഞത് അതിർത്തിയിലെ റോഡ് പണിഞ്ഞാൽ അത് ചൈനയ്ക്ക് ഇഷ്ടപ്പെടത്തില്ലെന്ന്? അയാളല്ലേ ഇവിടെ പല ആക്രമണത്തിനും വാടി നോക്കിയിരുന്നപ്പോൾ എന്താണ് പാർലമെന്റിൽ BJP-ക്കാർ പറഞ്ഞില്ലേ, ഞങ്ങളൊന്നും പറയത്തില്ല, സൈന്യത്തിന് ആവശ്യമുള്ള ആയുധം മേടിക്കാൻ. ആ രീതിയിലൊക്കെയുള്ള സംവിധാനം നിന്നിട്ടുള്ളവൻ ഇവിടെ കയറി എത്ര വട്ടം അടിച്ചു? 2 വട്ടം ഭീകരർക്ക് തിരിച്ചടി കൊടുത്തില്ലേ, സർജിക്കൽ സ്ട്രൈക്ക്. ഇപ്പൊ പറഞ്ഞു ഞങ്ങളുടെ പെങ്ങന്മാരുടെ, എന്റെ അമ്മയുടെ, എന്റെ പെങ്ങന്മാരുടെ, ഈ രാജ്യത്തിന്റെ, ഞങ്ങളുടെ സ്ത്രീകളുടെ കുറി മായ്ച്ചിട്ടുള്ളവനെ അവൻ എവിടെ ഇരുന്നാലും അവിടെ പോയി അടിക്കുമെന്ന് പറഞ്ഞു. ഭീകര കേന്ദ്രങ്ങൾ അടിക്കുമെന്ന് പറഞ്ഞു. എത്ര വട്ടം പ്രധാനമന്ത്രി പറഞ്ഞു? രഹസ്യമൊന്നുമല്ല. ഒരു പക്ഷേ ഈ പറയുന്ന കാര്യം അദ്ദേഹം നേരത്തെ പാകിസ്ഥാനെ അറിയിച്ചിരുന്നു എന്നുള്ള കാര്യം വിദേശകാര്യമന്ത്രി ജയശങ്കർ നിഷേധിക്കുമ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞെങ്കിൽ എന്താ തെറ്റ്? പറഞ്ഞിട്ട് ചെയ്തെങ്കിൽ അവനല്ലേ തന്തയ്ക്ക് പറഞ്ഞവൻ, അവനല്ലേ കഴിവുള്ളവൻ. നിന്നെ അടിക്കുമെന്ന് മുഖത്ത് നോക്കി പറഞ്ഞിട്ട് ആ സമയത്തിന് അടി കൊടുക്കുന്നതല്ലേ? അപ്പൊ ആ രീതിയിലും രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞു. അപ്പൊ രാഹുൽ ഗാന്ധി ഒന്നുകിൽ കോൺഗ്രസിനെ പൊളിക്കാൻ BJP-യുടെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ്, അല്ലെങ്കിൽ പക്കയായിട്ട് ഈ പറയുന്ന ആരോപണങ്ങൾ പരിശോധിക്കുമ്പോൾ പാകിസ്ഥാന് വേണ്ടി സംസാരിക്കുന്ന, ഇന്ത്യക്കപ്പുറം ഇന്ത്യ വിരുദ്ധ സംസാരിക്കുന്ന, എത്ര പറഞ്ഞാലും ഇവിടുത്തെ ആളുകൾ എന്ത് വിചാരിച്ചാലും എന്റെ കാര്യം, എന്റെ അഭിപ്രായം ഇതാണ് എന്നുള്ള രീതിയിൽ ആ തരത്തിലുള്ള ആൾക്കാരുടെ ഭാഗമായിട്ട് നിന്ന് സംസാരിക്കുന്നു. അതിനകത്ത് അദ്ദേഹത്തിന് എന്ത് ലാഭമാണ് ഉണ്ടാവുന്നത് എനിക്കറിയത്തില്ല. സാമ്പത്തിക ലാഭം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലാഭം ഉണ്ടായിരിക്കാം,
അല്ലെങ്കിൽ ഇത്തരത്തിൽ താല്പര്യമുള്ള ആളാണെങ്കിൽ പോലും അത് മറച്ചു വെച്ച് ആ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന സമയങ്ങളിൽ അനുകൂലമായിട്ട് നിന്ന് അധികാരത്തിൽ വരാനാണ് ശ്രമിക്കുന്നത്. ഈ പറയുന്ന സമയത്ത് കോൺഗ്രസിനെ പ്രശ്നമായിരുന്ന സമയത്ത് കോൺഗ്രസിന് താല്പര്യമുണ്ടെങ്കിലും ഈ രാജ്യത്തിന്റെ മൊത്തം ആൾക്കാരുടെ താല്പര്യത്തിന് വേണ്ടി കോൺഗ്രസ് നിൽക്കുന്ന ഒരു കോൺഗ്രസ് ആണെങ്കിൽ ശശി തരൂരിലെ രാജ്യത്തിന് വേണ്ടി നിന്നത്. ഈ ചെയ്തതെല്ലാം ശരിയാണെന്ന് പറയുകയും ഈ ചെയ്തതെല്ലാം ഇവിടുത്തെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും അത് ശരിയാണെന്ന് പറയുകയും അതിന്റെ ഭാഗമായിട്ട് നിന്ന് ശശി തരൂരിനെ മാറ്റി നിർത്തുന്നതിന് വേണ്ടി കോൺഗ്രസ് തീരുമാനിക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇയാൾ BJP-യുടെ നോമിനിയാണ്. അതുകൊണ്ടാ BJP-ക്കാർ ഇയാളെ പല കേസുണ്ടായിട്ട് അറസ്റ്റ് ചെയ്യാതെ വെച്ചിരിക്കുന്നത്. ഇയാൾ പറയട്ടെ ഞങ്ങൾക്ക് ജോലി കുറവാ, ഇയാൾ പറയട്ടെ ഇയാൾ രാജ്യവിരുദ്ധ പറയട്ടെ. ഇയാളെ പർച്ചേസ് ചെയ്ത് കാണുമെന്ന് 100-300 കോടി രൂപയ്ക്ക്. പണ്ട് 2019 എന്റെ അടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട RSSന്റെ ഒരു നേതാവ് പറഞ്ഞ, ഞാൻ ചോദിച്ചപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞ നിങ്ങൾ കോൺഗ്രസ്സുകാരെ എല്ലാം പർച്ചേസ് ചെയ്യുന്നുള്ളൂ, ഇനി ആരെ പർച്ചേസ് ചെയ്യാനിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞതാ, എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞ, ചിരിച്ചോണ്ടാ പറഞ്ഞത്. ഈ നമ്മുടെ അമിത്ഷാ ഈ രാഹുലിനെ പർച്ചേസ് ചെയ്ത് കാണുമോന്ന് എനിക്ക് സംശയമുണ്ട്. പുള്ളിയും ചിരിച്ചോണ്ടാ പറഞ്ഞെങ്കിലും അതിനകത്ത്, അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെ വിവരക്കേട് പറയുമോ ഡെയിലി? ഇയാൾ പറയുന്ന വിവരക്കേടുകൾ മൊത്തം ഓരോ ദിവസവും പ്രൊമോഷനല്ലേ കിട്ടുന്നത്. ഇപ്പം ഈ എടുത്ത തീരുമാനം ആരാ ഇതിന് ഏത് ശകലമെങ്കിലും ചിന്തിക്കാൻ കഴിവുള്ള ഒരാൾ? വിദേശകാര്യ ഇതിന്റെ ചെയർമാൻ അദ്ദേഹം. 20 MP-മാർ ലോകസഭയിൽ നിന്ന് തന്നെ ഉണ്ട്. ഈ ശശി തരൂർ അയാൾ വിദേശത്ത് പോകാൻ തീരുമാനിക്കാതെ ഈ രാജ്യവിരുദ്ധരായിട്ടുള്ള ക്ലെയിമുള്ള MP-മാരുടെ പേര് കൊടുക്കുന്നു, ആരും അറിയാത്തത്. അപ്പൊ എന്തോ തീരുമാനിക്കേണ്ടത്? ഇയാള് ഒന്നുകിൽ BJP-യുടെ ഏജന്റാ, അല്ലെ പാകിസ്ഥാൻകാരനാ. പാകിസ്ഥാൻകാരൻ എന്ന് പറഞ്ഞാൽ ടെറർ, കറക്റ്റ് ടെറർ. കാരണം നമ്മളിവിടെ വന്ന ആൾക്കാരെ വെടിവെച്ച് വന്നിട്ട് ഞാൻ പാകിസ്ഥാൻകാരനാന്ന് പറയത്തില്ല, രാഷ്ട്രീയക്കാരനല്ല രണ്ടായിരം. അതാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പൊ ആ രീതിയിലേക്ക് കാര്യങ്ങൾ. അപ്പം ഈ പറയുന്നത് പോലെ എല്ലാ ദിവസവും കോൺഗ്രസിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് BJP-യെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കോൺഗ്രസ് നേതാവായിട്ട് ഇദ്ദേഹത്തെ നമുക്ക് കാണുവാൻ സാധിക്കുള്ളൂ. അത്തരത്തിലുള്ള പ്രസ്താവനകളും അത്തരത്തിലുള്ള നീക്കങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു രാഹുൽ ഗാന്ധിയാണ് കണ്ട്. ഇപ്പൊ തന്നെ യുദ്ധത്തിനകത്ത് ഈ യുദ്ധം ശരിയാണെന്നും നട്ടലുള്ളവനാണ് ഇവിടുത്തെ പ്രധാനമന്ത്രിയെന്നും നമ്മൾ പാകിസ്ഥാനെ നശിപ്പിച്ചെന്നും ഒക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഭീകരവാദം തെറ്റാണെന്ന് ജനം മൊത്തം പറയുമ്പോൾ, ഭീകരവാദം ശരിയാണ്, പാകിസ്ഥാൻ അല്ല ചെയ്തത്, യുദ്ധം ചെയ്തത് ശരിയായില്ല, എത്ര വിമാനം തറയെ വീണു, ഇവിടുത്തെ നേരത്തെ അറിയിച്ചിട്ടുണ്ടോ, ഈ രീതിയിലേക്കുള്ള കാര്യങ്ങൾ പറഞ്ഞ് വളരെ കൃത്യമായിട്ട്. അതിനകത്ത് എനിക്ക് അമിത്ഷായെ സംശയമുണ്ട്, നരേന്ദ്രമോദിയെ സംശയമുണ്ട്. കാരണം കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന കാര്യം അവര് വളരെ കൃത്യമായിട്ട് ഇപ്പൊ അതിന്റെ നേതാവായിട്ടുള്ള ഈ രാഹുൽ ഗാന്ധിയെ കൊണ്ട് അതിന് സാധിച്ചെടുക്കും. അടുത്ത പ്രാവശ്യം കായ്ക്ക് തൊടാനുള്ള സീറ്റ് പോലും ഈ രീതിയിലാണ് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിനുള്ള പ്രവർത്തനം എന്നുണ്ടെങ്കിൽ ലോകസഭയിൽ കാണത്തില്ല എന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല. എന്തായാലും എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. എന്തുവായാലും BJP ആഗ്രഹിക്കുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കോൺഗ്രസ് ചെയ്യുന്ന പണി ഇന്ത്യക്ക് വേണ്ടിയല്ല. കോൺഗ്രസ് എത്രത്തോളം നമ്മളെ ആൾക്കാര് വെറുക്കാൻ വേണ്ടി നമ്മൾ പണി ചെയ്യാൻ രാവിലെ ഇറങ്ങുന്നത് പോലെയാണ്. എത്രത്തോളം കോൺഗ്രസ് വിരോധികളായിട്ട് ഇന്ത്യയിൽ ആൾക്കാർ ഉണ്ടാവണമെന്ന് തീരുമാനിച്ചിറങ്ങി പ്രവർത്തിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവും ഒരു കോൺഗ്രസിന്റെ സമുന്നത നേതാവുമായിട്ടാണ് ബഹുമാന്യനായ രാഹുൽ ഗാന്ധി കാണുവാൻ സാധിക്കും. തീർച്ചയായും. എന്തായാലും നിരന്തരം രാജ്യദ്രോഹ അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിന് വിരുദ്ധമായ പ്രസ്താവനകൾ നടത്തുന്നത് വഴി രാഹുൽ ഗാന്ധി സ്വയം അപഹാസ്യനാകുന്നു. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയും അതേ രീതിയിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്നു സമൂഹത്തിനിടയിൽ എന്നുള്ളതാണ്. അതിനുള്ള ഇടവരുത്തുന്നത് അവരുടെ ഒരു പ്രതിപക്ഷ നേതാവ് തന്നെയാണെന്നതും അത്ഭുതമാണ്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.